വിശാല ഹിന്ദു ഐക്യത്തിൽ NSS പങ്കാളിയാവില്ല എന്ന് ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതന്നെയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തതും. ഹിന്ദു ഐക്യത്തിനു വേണ്ടിയുള്ള ചർച്ചയിലും NSS പങ്കാളിയാവില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. രാജ്യം ഭരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അതേസമയം സംവരണ തത്വത്തിൽ NSS സ്വീകരിച്ച നിലപാടിന് പിന്തുണയുമായി യോഗക്ഷേമ സഭയും രംഗത്തെത്തി. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനോ ഇന്നത്തെ സംവരണ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ വിശാല ഹിന്ദു ഐക്യത്തിൽ പങ്കാളിയാകുന്നതിനോ NSS ഒരുക്കമല്ല. ആരെങ്കിലും അതിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അതിൽ അവരുമായി പങ്കുചേർന്ന് ചർച്ച നടത്തുന്നതിന് NSS ആഗ്രഹിക്കുന്നില്ല. കാരണം NSSന്റെ മൂല്യാധിഷ്ഠിത ലക്ഷ്യങ്ങൾക്കും പ്രവർത്തനശൈലിക്കും അത് എതിരാണെന്ന് വ്യക്തമാക്കിയ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിശാല ഹിന്ദു ഐക്യത്തിന് NSS തയ്യാറെടുക്കുന്നുവെന്ന പ്രചരണം തള്ളിക്കളഞ്ഞു. ഹൈന്ദവന്റെ പൊതുതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വിശാല ഹിന്ദു ഐക്യത്തിൽ പങ്കാളിയായേ പറ്റൂ എന്ന അഭിപ്രായം NSSനില്ല. രാജ്യഭരണം നടത്തേണ്ടത് മതസാമുദായിക സംഘടനകളല്ല, രാഷ്ട്രീയ പാർട്ടികളാണ്. സംവരണ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിൽ പങ്കാളിയാകുന്നതിലൂടെ എല്ലാം പിടിച്ചെടുക്കാമെന്ന് NSS കരുതുന്നില്ലെന്നും ജനറൽ സെക്രട്ടറി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം സംവരണ തത്വങ്ങളിൽ മാറ്റം വരുത്തണമെന്ന NSS നിലപാടിനോട് യോഗക്ഷേമ സഭയ്ക്ക് യോജിപ്പാണുള്ളതെന്നും യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. NSS പറയുന്ന അവരുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ. ഈ സാമ്പത്തിക സംവരണമാണ് ഈ രാജ്യത്തിന്റെ അവരുടെ മുമ്പോട്ട് വെക്കുന്ന ആശയം. ആ സാമ്പത്തിക സംവരണം ഞങ്ങൾ എന്നേ പറഞ്ഞതാണ്. എന്തായാലും നമ്മളെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാജ്യം ഭരിക്കാനൊന്നുമല്ല ഞങ്ങളുടെ ആശയം. NSSും യോഗക്ഷേമ സഭയും നിലപാട് വിശദീകരിച്ചതോടെ വിശാല ഹിന്ദു ഐക്യമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഷിംലയിലെ ബിലാസ്പൂരിൽ 9 ദിവസമായി തുരങ്കത്തിൽ കുടുങ്ങിക്കിടന്ന 2 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കാണാതായ മൂന്നാമനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 12-നാണ് ചണ്ഡീഗഡ് മണാലി ദേശീയപാതയുടെ ഭാഗമായുള്ള തുരങ്കം നിർമ്മിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളികൾ കുടുങ്ങിയത്. സതീഷ് തോമർ, മണിറാം, ഹൃദയറാം എന്നീ 3 തൊഴിലാളികളാണ് തുരങ്കത്തിനുള്ളിൽപ്പെട്ടത്. ഇവർക്കായി തുരങ്കത്തിന് സമാന്തരമായി മറ്റൊരു തുരങ്കം നിർമ്മിച്ചു. 1 മീറ്റർ വ്യാസവും 13 മീറ്റർ നീളവുമുള്ള ഈ സമാന്തര തുരങ്കത്തിലൂടെ ഇവർക്കുള്ള ഭക്ഷണവും വെള്ളവും ഓക്സിജനും എത്തിച്ചിരുന്നു. തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ദുരന്ത നിവാരണ സേനയുടെ അടക്കം 50 സംഘാംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 9 ദിവസത്തെ രാപ്പകലില്ലാത്ത പ്രയത്നത്തിനൊടുവിലാണ് 2 പേരെ തുരങ്കത്തിൽ നിന്ന് രക്ഷിച്ചത്. മൂന്നാമൻ ഹൃദയറാമിനെ പറ്റി വ്യക്തമായ വിവരമില്ലെന്നും ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും ദുരന്ത നിവാരണ സ്പെഷ്യൽ സെക്രട്ടറി DD ശർമ്മ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയിൽ പ്രതിദിനം 100 സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാകുന്നതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട്. 36,735 ബലാത്സംഗ കേസുകളാണ് 2014 മാത്രം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 1347 കേസുകളാണ്. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ലക്ഷദ്വീപാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് കഴിഞ്ഞ വർഷത്തെ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടത്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 2014 രാജ്യത്ത് 36,735 ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതിദിനം 100 പേർ ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ആകെ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ എണ്ണം 1,32,939. സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 5,076 കേസുകൾ രജിസ്റ്റർ ചെയ്ത മധ്യപ്രദേശാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ 1ാം സ്ഥാനത്ത്. കേരളത്തിൽ കഴിഞ്ഞ വർഷം 1,347 പേർ ബലാത്സംഗത്തിനിരയായി. രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ 2,096 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കൂട്ടത്തിൽ ലക്ഷദ്വീപാണ് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്നും ഈ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ബലാത്സംഗ കേസ് മാത്രമാണ് കഴിഞ്ഞ വർഷം ലക്ഷദ്വീപിൽ ഉണ്ടായത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഈ അവകാശവാദങ്ങൾക്ക് നിരക്കുന്നതല്ല കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗ്രീസ് പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നു. ഇക്കാര്യം നമുക്കറിയാവുന്നതാണ്. ഇതാ തെരഞ്ഞെടുപ്പ് റിസൾട്ടും വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിനാണ് വിജയം. ഇടതു പാർട്ടിയായ സിരിസ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അലക്സിസ് സിപ്രാസ് 35% വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവുകൾക്ക് 28% വോട്ടുകളും ലഭിച്ചു.
കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ഭരണ പ്രതിസന്ധിയാണ് ഗ്രീസിനെ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. ഇത് ജനങ്ങളുടെ വിജയമെന്നാണ് വിജയം ഉറപ്പിച്ച ശേഷമുള്ള അലക്സിസ് സിപ്രസിന്റെ ആദ്യ പ്രതികരണം. ആകെ പോൾ ചെയ്തതിൽ 35% വോട്ടുകൾ നേടിയാണ് സിപ്രസിന്റെ സിറിസ പാർട്ടി മുന്നിലെത്തിയത്. മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ വക്കാലിസ് മേമാർക്കിസ് നേതൃത്വം നൽകുന്ന വലതുപക്ഷ ന്യൂ ഡെമോക്രസിക്ക് 28% വോട്ടുകൾ ലഭിച്ചു. 300 അംഗ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന് 151 സീറ്റുകൾ വേണമെന്നിരിക്കെ 145 സീറ്റുകളാണ് സിറിസ നേടിയത്. പ്രധാന എതിരാളികളായ വലതുപക്ഷ ന്യൂ ഡെമോക്രസിക്ക് 75 സീറ്റുകളും ലഭിച്ചു. കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സ്ഥിതിക്ക് നാഷണൽ ഇൻഡിപെൻഡൻസ് ഗ്രീക്സ് പാർട്ടിയുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ച് അധികാരത്തിലെത്താമെന്നാണ് സിറിസയുടെയും സിപ്രസിന്റെയും പ്രതീക്ഷ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യത്ത് 6 വർഷത്തിനിടയിൽ നടക്കുന്ന 5ാമത്തേതും ഈ വർഷത്തെ 3ാമത്തെയും തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാതെ രാജിവെച്ചൊഴിയേണ്ടി വന്നെങ്കിലും സിപ്രസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതുതന്നെയാണ് അലക്സിസ് സിപ്രസ് വീണ്ടും അധികാരത്തിലെത്താൻ കാരണം. കടക്കണിയിലായ ഗ്രീസിൽ കഴിഞ്ഞ ജനുവരിയിൽ അധികാരത്തിലെത്തിയ സിപ്രസ് ഭരണ പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് രാജിവെച്ചത്. തുടർന്ന് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ ക്യൂബൻ വിപ്ലവ നായകനും മുൻ പ്രസിഡന്റുമായ ഫിദൽ കാസ്ട്രോയുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ പാപ്പ നാളെ അമേരിക്കയിലേക്ക് തിരിക്കും. ഒടുവിൽ ചരിത്രം അനർഘ നിമിഷത്തിന് സാക്ഷിയായി. ക്യൂബൻ വിപ്ലവീതിഹാസം ഫിദൽ കാസ്ട്രോയും ലോകത്തിന്റെ വലിയ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും മുഖാമുഖം കണ്ടു. ലാറ്റിൻ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ 4 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പാപ്പയുടെ ഔദ്യോഗിക പരിപാടികളിൽ കൂടിക്കാഴ്ച നിശ്ചയിക്കപ്പെട്ടിരുന്നില്ലെങ്കിലും ലോകം കാത്തിരുന്നത് ഈ നിമിഷത്തിനു വേണ്ടിയായിരുന്നു. ദശാബ്ദങ്ങളായി നിലനിന്ന അമേരിക്കൻ ഉപരോധത്തിന്റെ മഞ്ഞുരുകിയ സാഹചര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി. ഫിദൽ കാസ്ട്രോയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഹവാനയിലെ വിപ്ലവ ചത്തുരത്തിൽ നടന്ന കുർബാനയ്ക്കും മാർപ്പാപ്പ നേതൃത്വം നൽകി. ശനിയാഴ്ച ഹവാനയിലെത്തിയ പാപ്പയ്ക്ക് പ്രസിഡന്റ് റൗൾ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. വിപ്ലവ നക്ഷത്രങ്ങളായ ചെഗുവേരയുടെയും കാമിലോ സിയൻഫ്യൂഗയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പ്ലാസ ഓഫ് റെവല്യൂഷനിൽ 10,000-ങ്ങളാണ് കത്തോലിക്ക സഭയുടെ അധിപന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയത്. ക്യൂബയിലെ സന്ദർശനം പൂർത്തിയാക്കി നാളെ അമേരിക്കയിലേക്ക് തിരിക്കുന്ന മാർപ്പാപ്പയെ വാഷിംഗ്ടൺ DC വ്യോമസേനാ താവളത്തിൽ പ്രസിഡന്റ് ബരാക് ഒബാമയും പത്നി മിഷേൽ ഒബാമയും ചേർന്ന് സ്വീകരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്. ഇനി അല്പം ആരോഗ്യകാര്യമാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് നിറം വർദ്ധിപ്പിക്കാനും സൗന്ദര്യവർദ്ധനയ്ക്കും മാത്രമാണ് പൊതുവെ കുങ്കുമപ്പൂവ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആരോഗ്യപരമായ ഒട്ടേറെ പ്രത്യേകതകൾ കൂടിയുണ്ട് കുങ്കുമപ്പൂവിന്. വിഷാദരോഗം, ഓർമ്മക്കുറവ് തുടങ്ങിയ ഒട്ടേറെ രോഗങ്ങൾക്ക് പ്രതിവിധി കൂടിയാണ് കുങ്കുമപ്പൂവ്. ഭക്ഷണ സാധനങ്ങൾക്ക് നിറം നൽകുന്നതും സൗന്ദര്യവർദ്ധനയ്ക്കും തുടങ്ങി ചില പൊടിക്കൈകൾക്ക് മാത്രമുള്ളതാണ് കുങ്കുമപ്പൂവെന്നായിരുന്നു ചിലരുടെയെങ്കിലും ധാരണ. എന്നാൽ യഥാർത്ഥത്തിൽ രോഗങ്ങൾക്കുള്ള മികച്ച പ്രതിവിധിയാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ഉപയോഗം അത് വിഷാദരോഗത്തോട് പടപൊരുതുന്നു എന്നതാണ്. 30 മില്ലിഗ്രാം കുങ്കുമപ്പൂവിന്റെ സത്ത് 6 ആഴ്ചയോളം തുടർച്ചയായി ഉപയോഗിച്ചാൽ വിഷാദരോഗത്തിന്റെ ലക്ഷണം പോലും മാറുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അൽഷിമേഴ്സ് പോലുള്ള തലച്ചോറിലെ ക്രമക്കേടുകളോട് പൊരുതി ഓർമ്മശക്തി വീണ്ടെടുക്കാനും വർദ്ധിപ്പിക്കാനും കുങ്കുമപ്പൂവിന് സാധിക്കും. കുങ്കുമപ്പൂവ് കഴിക്കുന്നത് ശ്വസനത്തെ ശുദ്ധീകരിക്കുകയും ശ്വാസകോശത്തെ അണുവിമുക്തമാക്കുകയും അതിലൂടെ ആസ്മയെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യും. നിരവധി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് കുങ്കുമപ്പൂവ്. ലൈസോപ്പിൻ, ക്രോസെറ്റിൻ തുടങ്ങി ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന നിരവധി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ. രക്തചംക്രമണം ശക്തിപ്പെടുത്തി ഹൃദയത്തെ കുങ്കുമപ്പൂവ് സംരക്ഷിക്കും. ഒരു നുള്ളു കുങ്കുമപ്പൂവ് കഴിക്കുന്നത് വിശപ്പിനെ നിയന്ത്രിക്കുകയും രുചികരമായ ഭക്ഷണം കഴിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ക്രോസിൻ, സഫ്രാനാൽ തുടങ്ങിയ ഘടകങ്ങൾ സഹായിക്കുന്നുണ്ട്. ആർത്തവ സമയങ്ങളിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് കുങ്കുമപ്പൂവ്. ട്യൂമർ വളരുന്നതിൽ നിന്ന് തടയാൻ കുങ്കുമപ്പൂവിനാകുമെന്നാണ് പറയപ്പെടുന്നത്. ക്യാൻസർ ബാധിക്കാത്ത കോശങ്ങളെ ബാധയിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് വിശ്വാസം. കാഴ്ചശക്തിയെ മെച്ചപ്പെടുത്തുന്നതിനും കുങ്കുമപ്പൂവ് സഹായകമാണ്. ന്യൂസ് ഡെസ്ക്. ടെക് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. ആപ്പിൾ ഐസ്റ്റോറിൽ ആദ്യമായി വൈറസ് കയറി. ഐഫോണുകളിലും ഐപാഡുകളിലും ഉപയോഗിക്കുന്ന ഐസ്റ്റോറിൽ വൈറസ് ഉള്ള പ്രോഗ്രാമുകൾ കണ്ടെത്തിയെന്നാണ് വാർത്തകൾ. നിരവധി പ്രോഗ്രാമുകൾ ഇത്തരത്തിൽ വൈറസ് ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആപ്പിൾ ഐസ്റ്റോറിൽ നിന്ന് അവയെല്ലാം നീക്കം ചെയ്യാൻ നടപടി ആരംഭിച്ചു.
പല സൈബർ സ്ഥാപനങ്ങളും ഐസ്റ്റോറിലെ വൈറസ് ബാധയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പരിശോധനയ്ക്ക് ആപ്പിൾ തയ്യാറായത്. ആപ്പിൾ തന്നെ നിയമപരമായി അംഗീകാരം നൽകിയ ആപ്ലിക്കേഷനുകളിലാണ് പണി കിട്ടിയത്. ഇത് ആദ്യമായാണ് ഇത്രയധികം വൈറസ് ബാധയുള്ള ആപ്ലിക്കേഷനുകൾ ഐസ്റ്റോറിൽ കണ്ടെത്തുന്നത്. ഇതിനു മുൻപ് ആപ്പിൾ സ്റ്റോറിൽ ഇത്തരത്തിൽ 5 ആപ്ലിക്കേഷനുകൾ മാത്രമാണ് കണ്ടെത്തിയിരുന്നത്. സൈബർ സുരക്ഷാ സ്ഥാപനമായ പാലോ ആൾട്ടോ നെറ്റ്വർക്സ് ആണ് വൈറസ് ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. എക്സ്കോഡ് ഗോസ്റ്റ് എന്ന എംബഡഡ് പ്രോഗ്രാമാണ് ഹാക്ക് ചെയ്ത് കയറ്റിയത്. പ്രോഗ്രാമുകളുടെ കോഡുകൾ കോപ്പി ചെയ്ത് ആ വ്യാജ കോഡുകൾ പ്രോഗ്രാമുകളിൽ എംബഡ് ചെയ്യുകയാണ് ഹാക്കർമാർ ചെയ്തത്. പ്രശ്നമുള്ളതായി കണ്ടെത്തിയ ആപ്ലിക്കേഷനുകൾ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തതായി ആപ്പിൾ വക്താവ് ക്രിസ്റ്റ്യൻ മൊനാഗൻ പറഞ്ഞു. പ്രോഗ്രാമുകളുടെ ശരിയായ വേർഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ഡെവലപ്പർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ വൈറസ് തങ്ങളുടെ ഫോണിലോ ഐപാഡിലോ ബാധിച്ചിട്ടുണ്ടെന്ന് ഉപഭോക്താക്കൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് ക്രിസ്റ്റ്യൻ വ്യക്തമാക്കിയില്ല. ടെൻസൻ ഹോൾഡിംഗ്സിന്റെ വിചാറ്റ്, കാർ ഹെയിലിംഗ് ആപ്ലിക്കേഷനായ ദ്യുതികായ്തി, നെറ്റീസ് എന്നീ ആപ്ലിക്കേഷനുകളെയാണ് പ്രധാനമായും വൈറസ് ബാധിച്ചത്. ചൈനയിലെ ഒരു സെർവറിൽ നിന്നാണ് എക്സ്കോഡുകളുടെ ഡൗൺലോഡ് നടന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിവേഗത്തിൽ ഡൗൺലോഡ് സൗകര്യം നൽകുമെന്നതിനാലാണ് ഈ കോഡ് ഉപയോഗിക്കാൻ ഡെവലപ്പർമാരെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്. കൃഷിയിലുള്ള പരിശീലനങ്ങൾ തീരുന്നില്ല. നഗരങ്ങളിൽ ഗ്രോബാഗ് കൃഷിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ടെറസിലും ബാൽക്കണിയിലുമൊക്കെയായി ഗ്രോബാഗ് കൃഷി രീതിയിലുള്ള വൻ വിളവ് കൊയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നഗരത്തിലെ വീട്ടമ്മമാർ. സ്വന്തം അടുക്കള മുറ്റത്ത് ചെറിയ ഒരു പച്ചക്കറിത്തോട്ടം, ഇത് ഏതു കുടുംബിനികളുടെയും ഒരു സ്വപ്നമാണ്. വിഷമയമായ പച്ചക്കറികൾ കഴിക്കേണ്ടതില്ലല്ലോ എന്ന് ചുരുക്കം. നാട്ടിൻപുറങ്ങളിലെ വീട്ടമ്മമാർക്ക് ഇത് സാധിക്കും. എന്നാൽ നഗരങ്ങളിലെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിക്കുന്നവർക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാനാണ് ഇക്കാര്യം? ഈ ഒരു ചിന്ത തന്നെയാണ് ഗ്രോബാഗ് കൃഷിയിലേക്ക് നയിച്ചതും. ഇന്ന് ടെറസിലും ബാൽക്കണിയിലുമൊക്കെയായി ഗ്രോബാഗ് കൃഷി രീതിയിലൂടെ വൻ വിളവ് കൊയ്യുന്ന വീട്ടമ്മമാരാണ് നഗരങ്ങളിൽ. 3 വർഷം വരെ തുടർച്ചയായി ഉപയോഗിക്കാമെന്നതും അകത്തെ കറുത്ത ലൈനിങ്ങും ടെറസിലും മുറ്റത്തും മാറ്റിവെക്കാമെന്നതുമൊക്കെ അനുകൂല ഘടകങ്ങളാണ്. എന്നാലും ഈ കൃഷിരീതി പലപ്പോഴും ഫലവത്താകുന്നില്ല. മണ്ണും വിത്തും വിളയും വിളവും അറിഞ്ഞു വേണം ഗ്രോബാഗ് പച്ചക്കറി കൃഷിയിൽ കാലെടുത്തു വെക്കാൻ. 2 സീസൺ തുടർച്ചയായി കൃഷി ചെയ്താൽ ഗ്രോബാഗിലെ മണ്ണു മാറ്റണം. സൂര്യതാപീകരണം ചെയ്ത മണ്ണും മണലും ട്രൈക്കോഡർമ വളർത്തിയ ജൈവവളവും ഒരേ അനുപാതത്തിൽ കലർത്തി ബാഗിന്റെ 3/4 ഭാഗം നിറയ്ക്കാം. ഗ്രോബാഗിന്റെ ഏറ്റവും താഴെ ചകിരിച്ചോർ കമ്പോസ്റ്റോ മലർത്തി അടുക്കിയ ചകിരിയോ പാകണം. ഈർപ്പം നിലനിർത്താൻ ചകിരി സഹായിക്കും. നനച്ച മണ്ണു മിശ്രിതത്തിലേക്ക് ഒരു പിടി കുമ്മായമോ ഡോളമൈറ്റോ കലർത്തണം. 2 ആഴ്ച കഴിഞ്ഞാൽ മണ്ണൊരുങ്ങിയതായി കണ്ട് കൃഷി തുടങ്ങാം. മണ്ണറിയാതെ അല്ലെങ്കിൽ മണ്ണൊരുക്കാതെ വിത്തിട്ടാൽ കീടരോഗബാധ ഉറപ്പ്. സന്തുലിത വളപ്രയോഗത്തിലൂടെ വിളവ് കൂട്ടാം. രാസകീടനാശിനികൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഓരോ വിളയുടെയും ആവശ്യമായ സമയത്തും ആവശ്യമായ രീതിയിലും വളപ്രയോഗം നടത്തിയാൽ ഗ്രോബാഗ് പച്ചക്കറി കൃഷിയിൽ വിജയം സുനിശ്ചിതം. ന്യൂസ് ഡെസ്ക്. അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക രാധിക തിലകിന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രാത്രി 8:15 അന്ത്യം. അർബുദ രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ നടന്നു. മലയാളത്തിന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച രാധികയുടെ ശബ്ദം ഇനിയില്ല. ആ മധുര സംഗീതം നിലച്ചു. ഇന്നലെ രാത്രി അന്തരിച്ച രാധികയുടെ ഭൗതിക ശരീരം രവിപുരം പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5:40 സംസ്കരിച്ചത്. അനന്തരവന്മാരായ രാഹുൽ, സതീഷ് എന്നിവരാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. രാവിലെ മുതൽ നിരവധി പേരായിരുന്നു രാധികയ്ക്ക് അന്തിമോപചാരമർപ്പിക്കാൻ അവരുടെ കൊച്ചിയിലെ വസതിയിലെത്തിയത്. രാധിക ഇനിയില്ലെങ്കിലും അവരുടെ പാട്ടുകളിലൂടെ നമ്മുടെ ഇടയിൽ അവർ എന്നും ജീവിക്കുമെന്ന് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അനുസ്മരിച്ചു. പുതിയ ഗായകർ വരുന്നതിന് മുമ്പൊക്കെ രാധിക തിലകിൻ്റെ ശബ്ദം നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ശബ്ദമായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. യോഗത്തിൽ എല്ലാവരുടെയും കൂടെ ചേർന്ന് ഞാനും ദുഃഖിക്കുന്നു. ഇതൊക്കെ താങ്ങാൻ അവരുടെ കുടുംബത്തിന് സാധിക്കട്ടെ. ഈ നഷ്ടം നമുക്കും ഒരു വലിയ നഷ്ടമാണ്. അവരുടെ പാട്ടുകളിലൂടെ നമ്മൾ വീണ്ടും അവരെ ഓർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മായാമഞ്ചലിൽ സംഗീതത്തിൻ്റെ തിലകുറി അഴിച്ചു വെച്ച് രാധിക തിലക് യാത്രയാകുമ്പോൾ വിതുമ്പലടക്കാൻ പലരും ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. വളരെ അടുപ്പമുള്ള സുഹൃത്തിനെയും സഹോദരിയുമൊക്കെ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നു ഇവരിൽ പലരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ആഷിഖ് അബുവിന്റെ പുതിയ ചിത്രം റാണി പത്മിനിയെ കാത്തിരിക്കാൻ 3 കാരണങ്ങളുണ്ടെന്ന് ഗായകൻ ഷഹബാസ് അമാൻ. തന്റെ വ്യക്തിപരമായ 3 കാരണങ്ങളാണ് ഷഹബാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. മഞ്ജു വാര്യർ ഇല്ലാതായി എന്ന് നമ്മൾ നിരന്തരം പറയുമ്പോൾ റിമ കല്ലിങ്കൽ എന്ന വ്യത്യസ്ത പെൺകുട്ടിയും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എന്തിനു പറയാതിരിക്കണമെന്ന് പറഞ്ഞാണ് ഷഹബാസിന്റെ ആദ്യ കാരണം തുടങ്ങുന്നത്. 2 തരം സമാഗമങ്ങൾ, 2 വ്യക്തിത്വങ്ങളുടെ കൂടിച്ചേരൽ. അതിൽ വലിയൊരു കൗതുകം പ്രേക്ഷകർക്ക് മുന്നിൽ ഷഹബാസ് പങ്കുവയ്ക്കുന്നു. ചിത്രം കാണുന്നത് പ്രേക്ഷകന് ഹിമാലയത്തിലേക്ക് ഒരു യാത്രയ്ക്ക് പ്രേരണയാകുമെന്നാണ് 2ാമത്തെ കാരണം പറയുന്നത്. 3ാമത്തെ കാരണം ആഷിഖ് അബുവാണ്. സ്വന്തം സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും സിനിമയെ അതിനിടയിലേക്ക് വലിച്ചിടാത്ത സംവിധായകനുമാണ് ആഷിഖെന്ന് ഷഹബാസ് രേഖപ്പെടുത്തി. ആഷിഖിന്റെ യഥാർത്ഥ വീക്ഷണത്തിന്റെ വിജയമായിരിക്കും റാണി പത്മിനിയെന്നും പെൺപുലിമാർ വരട്ടെയെന്ന് ആശംസിച്ചും ഷഹബാസ് ഫേസ്ബുക്ക് പോസ്റ്റിന് അടിവരയിട്ടു. ചിത്രം ഒക്ടോബർ 23-ന് തിയേറ്ററുകളിലെത്തും. മഞ്ജു വാര്യർ റാണിയായും റിമ കല്ലിങ്കൽ പത്മിനിയായും പ്രധാന വേഷത്തിലുള്ള സിനിമയിൽ നായകനില്ല. 2 സ്ത്രീകളുടെ കൊച്ചി മുതൽ ഹിമാചൽ പ്രദേശ് വരെയുള്ള യാത്രയാണ് പ്രമേയം. കശ്മീർ, ഹിമാചൽ, ദില്ലി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. PM ഹാരിസും മുഹമ്മദ് അൽത്താഫുമാണ് നിർമ്മാതാക്കൾ. ഛായാഗ്രഹണം മധു നീലകണ്ഠൻ. ശ്യാം പുഷ്കരനും രവിശങ്കറും ചേർന്നാണ് തിരക്കഥയൊരുക്കിയത്. സംഗീതം ബിജിപാലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്. ജഗ്മോഹൻ ഡാൽമിയുടെ അപ്രതീക്ഷിത മരണം വേദനയായെങ്കിലും പുതിയ പ്രസിഡന്റിനെ ഉടൻ തന്നെ തെരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ് BCCI. 15 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാണ് BCCI തീരുമാനം. സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് നടത്തിയാകും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. ചെറിയ ശമനമുണ്ടായിരുന്ന ക്രിക്കറ്റ് ബോർഡിലെ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ആളിക്കത്തലിനും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വഴിവെക്കും. ജഗ്മോഹൻ ഡാൽമിയ അന്തരിച്ചതോടെ പുതിയ പ്രസിഡന്റിനെ BCCIക്ക് ഉടനെ തന്നെ തെരഞ്ഞെടുക്കേണ്ടി വരും. ഒരു പ്രസിഡന്റ് മരിക്കുകയോ ഏതെങ്കിലും കാരണവശാൽ സ്ഥാനമൊഴിയുകയോ ചെയ്താൽ 15 ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെന്നാണ് BCCIയുടെ ചട്ടം. താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രിക്കറ്റ് ബോർഡിലെ ചക്കളത്തിപ്പോരിനെ ഇത് വീണ്ടും ആളിക്കത്തിക്കും. ഡാൽമിയയ്ക്ക് പകരക്കാരനായി ശരത് പവാറിന്റെയും രാജീവ് ശുക്ലയുടെയും പേരുകൾ അണിയറയിൽ ഉയരുന്നുണ്ട്. എന്നാൽ 10 അംഗങ്ങളുടെ പിന്തുണയുള്ള N ശ്രീനിവാസന്റെ നിലപാട് തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ബംഗാൾ ഉൾപ്പെടുന്ന ഈസ്റ്റ് സോണിൽ നിന്നാണ് ഡാൽമിയ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയത്. പുതിയ പ്രസിഡന്റും ആ സോണിൽ നിന്ന് തന്നെയാകണം. ഝാർഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷനിലെ അനുരാഗ് ചൌധരിയുടെ പേരും ചർച്ചകളിൽ സജീവമാണ്. 30 അസോസിയേഷനുകൾക്കും 6 വൈസ് പ്രസിഡന്റുമാർക്കുമാണ് BCCI ഇലക്ഷനിൽ വോട്ടവകാശം. ഇതിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 10 അംഗങ്ങളുടെ പിന്തുണ ശ്രീനിവാസൻ ഉറപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിലക്കുള്ളതിനാൽ ശ്രീനിക്ക് മത്സരിക്കാൻ കഴിയില്ല. എന്നാൽ അത്ര എളുപ്പം പവാറിനും സംഘത്തിനും അധികാരം ശ്രീനി വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള കുതിരക്കച്ചവടത്തിനും സാധ്യത തെളിയുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയ്ക്കുള്ള സ്വാധീനം തന്നെയാണ് പവാറിന്റെ കരുത്ത്. ബീഹാർ അടക്കമുള്ള അസോസിയേഷനുകൾക്ക് ശ്രീനിവാസനോടുള്ള കലിപ്പും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് പവാർ. താരതമ്യേന നിഷ്പക്ഷൻ എന്ന ലേബലാണ് ശുക്ലയെ വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ ശ്രീനിവാസനും പവാറിനുമുള്ളതുപോലെ ആളും അർത്ഥവും രാജീവ് ശുക്ലയ്ക്കില്ല. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ സ്വാധീനവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. ഈ മാസം 27-ന് BCCI ജനറൽ ബോഡി ചേരുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് താൽക്കാലിക പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട്.